Hi English learners, welcome to SVK English classes. My name is Sunny Workike. ഇന്നത്തെ ഇഡിയം റീഡ് ദ റൂം. റീഡ് ദ റൂം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിറ്റുവേഷൻ, ഒരു അറ്റ്മോസ്ഫിയർ, മൊത്തത്തിലുള്ള ഫീല് മനസ്സിലാക്കുക എന്നർത്ഥം. ഒരു സാഹചര്യം, ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ ഒരു ഫ്യൂണറൽ നടക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ ഒരു സോളം അല്ലെങ്കിൽ ഒരു മോൺഫുള്ളായിട്ടുള്ള സിറ്റുവേഷനാണ്, അത് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് അതനുസരിച്ചായിരിക്കും നമ്മൾ പെരുമാറുക. അത് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ അനൗചിത്യമായിട്ട് ചിലപ്പോൾ നമ്മൾ പെരുമാറിയത് വരും. ഒരു എക്സാമ്പിൾ പറയാം. ഷീ റെഡ് ദ റൂം ആൻഡ് റിയലൈസ്ഡ് ഇറ്റ് വാസ് ഇൻ ദ റൈറ്റ് ടൈം ടു ആസ്ക് ഫോർ എ റൈസ്. ഒരു സാലറി റൈസ് ചോദിക്കാൻ പറ്റിയ സമയമല്ല എന്ന് അവൾ മനസ്സിലാക്കി. കാരണം കമ്പനി ലോസാണ് ഉണ്ടാക്കുന്നത്, ലാഭമില്ല. ആ സമയത്ത് ഒരു റേസ് ചോദിച്ചാൽ ഒരു പക്ഷേ കിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ്. ബിഫോർ മേക്കിംഗ് യുവർ സ്പീച്ച് റീഡ് ദ റൂം ടു സീ ദ ഓഡിയൻസ് ഈസ് എൻഗേജ്ഡ്. നമ്മളൊരു സ്പീച്ച് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ഉറപ്പാക്കാം, ഓഡിയൻസ് എല്ലാവരും എൻഗേജ്ഡ് ആണ്, അവർ ഡിസ്ട്രാക്റ്റഡ് അല്ല, അവർ നമ്മൾ കേൾക്കാൻ ശ്രദ്ധിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ ഒരു റിസൾട്ട് ഉണ്ടാവില്ല എന്നർത്ഥം. Another example, I was going to bring up the issue, but after reading the room, I decided to wait. ഞാൻ ആ ഇഷ്യൂ പറയാൻ പോവുമായിരുന്നു, പക്ഷേ ആ സിറ്റുവേഷൻ ഫേവറബിൾ അല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാനത് വെയിറ്റ് ചെയ്യുക, പിന്നെ ആവാം എന്ന് വിചാരിച്ചു. ഹീ ടോൾഡ് എ ജോക്ക് അറ്റ് ദ ഫ്യൂണറൽ. ഹീ റിയലി നീഡ്സ് ടു ലേൺ ഹൗ ടു റീഡ് ദ റൂം. ഒരു ഫ്യൂണറൽ നടക്കുന്ന സമയത്ത് ഒരു ജോക്ക് പറയാം, അപ്പോൾ അത് ശരിയല്ല എന്നാണ് മറ്റേ ആൾ പറഞ്ഞു കൊടുക്കണം. അത് ശരിയല്ല, അത് റീഡ് ചെയ്യണം. അപ്പോൾ ഈ ഇഡിയം വളരെ യൂസ്ഫുള്ളാണ്. നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി കാണും. ഇപ്പോൾ എക്സാമ്പിൾസ് വന്നിട്ടുണ്ടല്ലോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ ആൻഡ് ടേക്ക് കെയർ.